കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. സൈലൻസ് മനസ്സിലായില്ല. ഇപ്പോ രണ്ടാമത് ഇഡി രംഗത്ത് വരുമ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ഈ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോകുന്നുള്ള വിശ്വാസമില്ല. കാരണം ഈ അന്തർധാര ഇപ്പോഴും ഉണ്ട്. BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള അന്തർധാര കേരളത്തിൽ വളരെ വ്യാപകമാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ഏതാനും മാസത്തെ സംഭവങ്ങൾ നോക്കിയാൽ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാരെയും യൂത്ത് ലീഗുകാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ നഷ്ടമുണ്ടാക്കി വെച്ചവരെയൊക്കെ മന്ത്രിമാരാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ. അതേസമയത്ത് കെ സുരേന്ദ്രനെതിരായി ഇത്രയും വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല, ഫേസ്ബുക്കിൽ ഗാന്ധിജിയെ കൊന്നത് RSSകാരനാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് അയാളെ കസ്റ്റഡിയിലെടുത്തത്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ തലശ്ശേരിയിലെ പന്നിയന്നൂർ പഞ്ചായത്തിൽ ക്ഷേത്രം സംബന്ധിച്ച തർക്കത്തിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് തർക്കം. പക്ഷേ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് പോലീസ് കോൺഗ്രസ്സുകാരെ കസ്റ്റഡിയിലെടുക്കുന്നത്. പല രാത്രി കാലങ്ങളിൽ ചെന്ന് ഞങ്ങളെ പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നൊരു പ്രവണത ഇവർ തമ്മിൽ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ EDയുടെ വരവ് ഇത് കാര്യങ്ങൾ പൂർത്തീകരിക്കുമോ, യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമോ എന്ന് ഇപ്പോഴും പറയാൻ സാധ്യമല്ല. പക്ഷെ ഇതുവരെയുള്ള ഒരു സാഹചര്യം നോക്കിയാൽ മുഖ്യമന്ത്രി ഏതായാലും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അതാണ് പാർട്ടി നിലപാട്, അതാണ് UDFന്റെ നിലപാട്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം. കാരണം ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്ന വരെ മുഖ്യമന്ത്രിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഇവിടെ പാമോയിൽ കേസിലും ചാരക്കേസിലൊക്കെ കെ കരുണാകരൻ്റെ രാജി ആവശ്യപ്പെട്ട ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു എവിഡൻസോട് കൂടിയിട്ട് ED അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തമില്ലേ അദ്ദേഹത്തിന്? അല്ല, ഞങ്ങൾ പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. ED ആണെങ്കിലും CBI ആണെങ്കിലും കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അന്വേഷണം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ സംഭവിച്ചതുപോലെ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇന്ത്യയിലെ BJP ഇതര മുഖ്യമന്ത്രിമാരിൽ ഒരു സൗജന്യം കേന്ദ്രം കാണിക്കുന്ന കേരളത്തിനോട് മാത്രമാണ്. കാരണം കേരളത്തിലാണ് BJPക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാത്തത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നല്ലൊരു ആയുധം മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോടതിയുടെ മേൽനോട്ടം വേണം. ഏത് അന്വേഷണമാണെങ്കിലും, ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചില്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം പുറത്തു വരില്ല. കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുമ്പോൾ